ഇത് കണ്ടോ, നമ്മളെ നാട്ടിൽ ഉള്ളൊരു ക്യാമറയാണിത്. ക്യാമറ ഇങ്ങനെ 2-3 സ്ഥലത്തുകളിലുണ്ട്. ഈ ക്യാമറ വെച്ചത് കൊണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു വാണിങ് നമുക്ക് ഇത്ര മുന്നേ ക്യാമറ ഉണ്ട്, ക്യാമറ ഹെഡ് മുന്നിലുണ്ട് എന്നുള്ള ഒരു വാണിങ്. പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ബ്ലോക്ക് ചെയ്താട്ടോ. ഇതിൻ്റെ മുന്നേ ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങി. ഇപ്പോൾ കാട് പിടിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർ യാത്രയില്ലാത്തതിനെ കൊണ്ടാട്ടോ അവിടെ കാട് പിടിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ PWD അവിടെ ക്ലോസ് ചെയ്തു. അതായത് പേരാമ്പ്ര പയ്യോളി റോഡിൽ മേപ്പേരാണ് കേട്ടോ. മേപ്പേര് സെലഫീൻ്റെ അടുത്തുള്ള ഒരു ക്യാമറയാണിത്. അപ്പോൾ അതുവഴി വരുന്നവർ പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ അതിൽ നടന്നു വരുന്നുണ്ട്. അപ്പുറം ആൾക്കാർ നിർത്തിയിട്ട് ഇപ്പുറത്തുനിന്ന് ഹെൽമെറ്റ്. പക്ഷേ ഹെൽമെറ്റ് വെക്കുന്ന ഒരാളെടുത്തും പിന്നെ ഹെൽമെറ്റ് ക്ലിപ്പിടാതെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അത് ഏറ്റവും വലിയ സേഫ്റ്റിയാണ്. നിങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ശരിക്കുള്ള ഹെൽമെറ്റ് ക്ലിപ്പ് ഇപ്പോൾ ഒരുപാട് റിപ്പയറുകൾ ചെയ്യുന്ന ഒരുപാട് കടകളുണ്ട് ഹെൽമെറ്റ്. അപ്പോൾ ചിലരൊന്നും ക്ലിപ്പിടാണ്ടാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്യാമറ ഉള്ള നമ്മളെ നാട്ടിലല്ലാത്ത പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ടാവും. കോഴിക്കോട് ജില്ലയിൽ നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർ ഇത്തരം മുന്നിൽ ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു വാണിംഗ് പോലും ഇവിടെ വെച്ചിട്ടില്ല. അത് ഏറ്റവും വലിയൊരു പോരായ്മ കേട്ടോ. ക്യാമറേൻ്റെ ഭാഗത്തുള്ള ഹെൽമെറ്റെല്ലാം നോക്കിയാൽ ഓരോരുത്തരുടെ ഹെൽമെറ്റും കഴുത്തിൽ കിടക്കുന്ന ഹെൽമെറ്റും ഒക്കെ ഇതൊരു ക്യാമറയാണ്. പേര് പയ്യോളി റൂട്ടിലുള്ള ഒരു ക്യാമറയാണിത്. പക്ഷേ ഈ ക്യാമറയ്ക്ക് ഒരു അവയർനെസ് വെച്ചാൽ ഒരു പൂച്ച കടന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അപകടം. ഹെൽമെറ്റ് കഴുത്തിൽ ഒരു പേരിന് ഇട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ തലേമേൽ വെച്ചിട്ടുണ്ടെങ്കിലും ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് പലരുടെയും ലൂസാണ്. കണ്ടോ, അവിടെ നിന്നൊരു സ്ത്രീ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. നിങ്ങൾ ആ സ്ത്രീ ഇവിടെ ക്യാമറ ഉള്ളത് കൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് അതിലേ നടന്ന് വന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഹെൽമെറ്റ് എടുക്കാത്തതിനെ കൊണ്ട് ഇപ്പുറത്തുനിന്ന് കയറുക. നമ്മളുടെ സുരക്ഷക്കാണ് ഹെൽമെറ്റ്. ഇപ്പോഴത്തെ സ്കൂട്ടിയിലൊക്കെ ഉണ്ടോ ആ ക്യാമറൻ്റെ ഇപ്പുറം വന്നിട്ട് ആൾ നിന്ന് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹെൽമെറ്റ് നിർബന്ധമായിട്ട് പലരും പല സൈഡിലേക്കെല്ലാം ഹെൽമെറ്റ് ഇടാതെ വെടിച്ചുകൊണ്ട്. പക്ഷേ ക്ലിപ്പ് കറക്റ്റല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പോലീസിൻ്റെ കണ്ണ് പൊടിയിടുക എന്ന് പറയുന്ന പോലെ പോലീസിൻ്റെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മളെ സുരക്ഷക്കാന്ന് കരുതിക്കൊണ്ടിട്ട് മാത്രം ഹെൽമെറ്റ് വെക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ ജീവനാണ് പോകുന്നത്, നമ്മളെ കുടുംബത്തിൻ്റെ ഒരാളാണ് നഷ്ടപ്പെടുന്നത്. കാരണം അത്രയും പ്രഷറിലുള്ള അടിയാണ് വരുന്നത്. വീണാൽ തന്നെ ചെറിയൊരു 30 സ്പീഡ് 40 സ്പീഡ് പോകുന്ന സമയത്ത് തന്നെ വീണാൽ തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് ഇത് അവിടെ വന്നിട്ട് വണ്ടിയിൽ കയറുന്ന ഒരിത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ ഉള്ളതിനെ കൊണ്ടാണ്. ഈ ക്യാമറക്കും ഇവിടെ റോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈഡിലും ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് ഹെൽമെറ്റ് ക്യാമറ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും 2 സൈഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരും. ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് തന്നെ യാത്ര ചെയ്യും. അപ്പോൾ അത് ആദ്യം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മോട്ടോർ സൈക്കിൾ കൊണ്ട് വരുന്നത്. അപ്പോൾ അത് മൊത്തം കാട് പിടിച്ചതിനെ കൊണ്ട് പിന്നെ നമ്മളുടെ സുരക്ഷക്കാണ് ഹെൽമെറ്റ്. ഒരുപാട് ആൾക്കാർ കണ്ടോ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പൊക്കെ തീർത്ത ആളുകളുടെ ലൂസാണ്. ഒരു 100-ൽ ഒരു 10-ഓ 20-ഓ ഇല്ലേ 50-ഓ പേരുടെ ഹെൽമെറ്റാണ് ഈ ക്ലിപ്പ് ടൈറ്റാക്കിയിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം നിങ്ങളെന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ മോട്ടോർ സൈക്കിളിൽ ഡ്രൈവ് ചെയ്യാം. മറ്റേ കാറോ ജീപ്പെല്ലാം വെച്ചാൽ എവിടെയും പോയിട്ട് തട്ടിയെങ്കിലും നിൽക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അടി വന്നാൽ അതിൻ്റെ ബോഡി പാർട്സിന് അടി വരുള്ളൂ. നിങ്ങൾക്കതല്ല, വീണ് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ പിന്നെ നിങ്ങളെ മെയിനായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ തലക്കാണ് ആദ്യം അടി വരിക, പിന്നെ കാലിലും കൈക്കെല്ലാം അടി വരിക. അപ്പോൾ തല അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് കറക്റ്റ് അല്ലാതെ ലൂസാക്കിയിട്ടിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ വീഴുന്ന സമയത്ത് തന്നെ ആ ഹെൽമെറ്റ് അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വാണിംഗ് ബോർഡ് പോലും ഇവിടെ കൊടുത്തിട്ടില്ല.